SDPI നേതാവിനോടൊപ്പമുള്ള CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ വീഡിയോ വിവാദത്തിൽ SDPI തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഷാഫിക്കൊപ്പമുള്ള വീഡിയോ ആണ് പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. ഷാഫിയും സുഹൃത്തുക്കളും പാട്ടുപാടുന്നതും വിജയരാഘവൻ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെയാണ് ദൃശ്യങ്ങളിലുള്ളത്. സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്ന് ഷാഫി പറഞ്ഞു. സത്യത്തിൽ ഇത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേന്നാണ്. ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ആ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതാണ് കോഴിക്കോട് ടൗണിന്റെ സെന്ററിൽ. അപ്പൊ അവിടെ അപ്രതീക്ഷിതമായിട്ട് വിജയരാഘവൻ കോഴിക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വിജയരാഘവന്റെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് വിജയരാഘവനെ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ചു. അദ്ദേഹം എന്തോ തിരക്കിൽ പോവാണ്. ഇവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ വന്നു ഭക്ഷണം കഴിച്ചു. ഞങ്ങളവിടെ ഒരു കരോക്കെയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ചെറിയ പാട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയ സുഖമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിജയരാഘവൻ വന്നു. 10 മിനിറ്റുള്ളിൽ ഒരു ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മൂപ്പര് പോവുകയും ചെയ്തു. അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എന്നത് അത് ഇത്ര വലിയൊരു മാരകമായ തെറ്റാണോ? മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, ഇത് മാരകമായ തെറ്റാണോ അല്ലയോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കപ്പെട്ടത് മുഴുവനും ഇടത് ഹാൻഡിലുകളിലൂടെ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അത് തുറന്നല്ല എങ്കിലും വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. SDPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു മറുപടി. പക്ഷേ മെഹഫിലും ഭക്ഷണവും ഒക്കെയായി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൂടിയതിൽ അത്ര രാഷ്ട്രീയ നിഷ്കളങ്കത കാണുന്നില്ല ആരും. അത് തന്നെയാണ് മാധു. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിനു പിന്നാലെയാണ് വലിയ വിമർശനം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള A. വിജയരാഘവനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷം തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ തന്നെ SDPI CPI ബന്ധം വലിയ രീതിയിൽ UDF പ്രചാരണ ആയുധമാക്കിയിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ CPM നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. LDFന്റേത് നല്ല സർക്കാരാണ്, മികച്ച ഭരണമാണെന്ന പ്രതികരണങ്ങൾ SDPI നേതാക്കൾ തുടർച്ചയായിട്ട് നടത്തിയിരുന്നു. ഒരു ഭാഗത്ത് UDF SDPIയുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഇത്തവണ LDFന് കൊടുത്തതെന്ന വാദത്തിൽ മറുപടി പറയാനും CPMന് സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ വടക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ A. വിജയരാഘവന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സീറ്റുകളിൽ പല നേതാക്കൾക്കും വിട്ടുകൊടുത്തതിലുള്ള വിമർശനം ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദൃശ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം, അതായത് ഈ മാസം 4-ാം തീയതിക്ക് തൊട്ടു തലേ ദിവസമാണ് CPMന്റെ നേതാവായിട്ടുള്ള A. വിജയരാഘവൻ SDPയുടെ നേതാവായിട്ടുള്ള ഈ ഷാഫിയും ഒത്തുള്ള ഈ വീഡിയോ പുറത്തു വരുന്നത്. അതായത് ഷാഫിയോട് നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല, തീർത്തും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വ്യാപകമായിട്ട് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. സൗഹൃദ കൂടിക്കാഴ്ചയിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. താനൊരു വ്യാപാരിയാണ്, A. വിജയരാഘവനെ കാലങ്ങളായിട്ട് അറിയാം. പക്ഷേ A. വിജയരാഘവൻ അവിടെ വന്നു പോയതുപോലും താൻ അറിഞ്ഞിട്ടില്ല. താൻ ആ റൂമിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പാട്ടുപാടുകയാണ്. തന്റെ കൂടെയുണ്ടായിരുന്ന കോഴിക്കോട്ടെ ചില സുഹൃത്തുക്കളിൽ ഒരാളാണ് A. വിജയരാഘവൻ. കോഴിക്കോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം, നിർബന്ധമായിട്ട് നമ്മൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, അതൊരു സന്തോഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കോഴിക്കോട് നഗരത്തിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അവിടെ എത്തി A. വിജയരാഘവൻ ഭക്ഷണം കഴിച്ചു. ഇവരോടൊത്ത് ഫോട്ടോ എടുത്ത് 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം വേഗത്തിൽ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതിനെന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഈ SDPI നേതാവ് ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധു സൂചിപ്പിച്ചത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ഇടത് സൈബർ ഹാൻഡിലുകൾ വ്യാപകമായിട്ട് ഇവ പ്രചരിപ്പിക്കുന്നുണ്ട്. A. വിജയരാഘവൻ നടത്തിയ നീക്കുപോക്കുകൾ അത് തന്നെയാണ് പൊന്നാനി പോലെയുള്ള മലപ്പുറത്തെ പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ പരാജയത്തിനുൾപ്പെടെ കാരണമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളുമായിട്ടും SDPയിലെ ചില നേതാക്കളുമായിട്ടും വടക്കൻ കേരളത്തിൽ A. വിജയരാഘവനുള്ള ചില ബന്ധങ്ങൾ തന്നെയാണ് CPMന് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുള്ളത്. അതിനുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ തരാതരം A. വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ വലിയ വിമർശനങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ഘട്ടമുണ്ട്. ലീഗിനോട് രാഷ്ട്രീയ പാർട്ടിയാണോ മതപാർട്ടിയാണോ ചോദിക്കുന്നവർക്ക് SDPയോട് അത് ചോദിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും SDPയുടെ ആ ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല CPMൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഏറ്റവും അഗ്രസീവായിട്ട് ഉന്നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് A. വിജയരാഘവൻ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഘട്ടത്തിൽ പോലും SDPയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി മാത്രമായിരുന്നു ആ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPയുടെ പിന്തുണ LDFനുണ്ടെന്ന വാദങ്ങൾ ശക്തമായ ഘട്ടത്തിൽ കൂടിയും അതിനെ തള്ളിപ്പറയാൻ വിജയരാഘവൻ തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അതുൾപ്പെടെ മുൻനിർത്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ തന്നെ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്.
വിജയരാഘവനോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പറയപ്പെടുന്ന SDPI നേതാവിന്റെ വേർഷൻ അത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ്. രാഷ്ട്രീയ ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. പക്ഷേ വിജയരാഘവന്റെ SDPI നേതാവുമായുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമാവുകയാണ്. അത് പാർട്ടി ഹാൻഡിലുകളിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ പങ്കുവെക്കപ്പെടുകയും വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ മാറ്റമുണ്ടായതും തിരിച്ചടിയുണ്ടായതും ഇത്തരം കൂട്ടുകെട്ടുകളുടെ കൂടി ഭാഗമാണ് എന്ന വിമർശനമാണ് ഉയരുകയും ചെയ്യുന്നത്.